യൂറോപ്യൻ യാത്രയുടെ 5ാമത്തെ ദിവസം ഞങ്ങൾ മുമ്പ് വിചാരിച്ച് പ്ലാൻ ചെയ്ത പോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബേണിലേക്ക് യാത്ര പോവുകയാണ്. അതിനു മുമ്പുള്ള ആദ്യത്തെ 3 ദിവസങ്ങൾ പാരീസ് യാത്ര ചെയ്തു. പാരീസിൽ നിന്ന് റോഡ് മാർഗം സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിലെത്തി. അങ്ങനെ സൂറിക്കിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ട് ഇന്ന് ബേണിലേക്ക് പോവുകയാണ്. സൂറിക്കിൽ സെൻട്രലിൽ നിന്നും ബേണിലേക്കുള്ള യാത്രയിൽ കുറേ നല്ല സ്വിസ് പൗരന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രായം ചെന്ന ആൾ നമ്മുടെ ഓപ്പോസിറ്റിലിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെട്ടു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ പ്രധാനമായിട്ടും റൊമാനോഷ്, ഫ്രഞ്ച്, സ്വിസ് ഫ്രഞ്ച് അങ്ങനെയുള്ള ലാംഗ്വേജസാണ് കൂടുതലും. ഇംഗ്ലീഷ് അവർ സംസാരിക്കും, നമുക്ക് വേണ്ടി സംസാരിക്കും. അങ്ങനെ അദ്ദേഹം നമ്മളെവിടെയാണ് പോകുന്നത്, അപ്പം അവർ ഒബ്വിയസ്ലി കേരള അറിയത്തേയില്ല, ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു യുവാവ് ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മധ്യവയസ്സുള്ള ഒരു ലേഡിയുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും സ്വിറ്റ്സർലൻഡിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ട്രെയിനിൻ്റെ വിൻഡോയിൽ കൂടി ഇങ്ങനെ പനോരമിക് വിൻഡോകളിൽ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹം ഭാര്യയെ കാണാനായിട്ട് പോവുകയാണ്. ഇപ്പം ഭാര്യ മറ്റൊരു സ്ഥലത്താണ്, അവിടെ ജോലി ചെയ്യണം, അദ്ദേഹം കാണാൻ പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നമ്പർ ചോദിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ പുള്ളിയെ നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു വളരെ സൗന്ദര്യമുള്ള ഒരു നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ റൂം എന്നെ ഒന്ന് കാണിച്ചു. ഇതാണ് എൻ്റെ വീടിൻ്റെ ബെഡ്റൂം. പക്ഷേ ഞാൻ സ്തബ്ധയായിപ്പോയി. കാരണം അത്ര മനോഹരമായ ആൽപ്സിൻ്റെ താഴ്വാരത്തിൽ ആൽപ്സിലേക്ക് തുറക്കുന്ന ജാലകങ്ങളുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം. ശരിക്കും നമ്മൾക്ക് തോന്നുന്നു അതിൻ്റെ ജനലിൻ്റെ പുറകിലൊരു സീനറി എന്തോ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അന്നേരം ശരിക്കും ഓർത്തു, അയ്യോ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾ ശരിയാണ്, അദ്ദേഹം മറ്റൊരു സ്ഥലങ്ങളിൽ പോയിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ഹെവൻ, ദിസ് ഈസ് മൈ ഹെവൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഒരർത്ഥം വരെ ശരിയാണ്. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു രാജ്യങ്ങളിലോട്ട് പോയിട്ടേ ഇല്ല, പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം അത്രയും സ്വർഗതുല്യമായൊരു ജീവിതമാണ് ആ നാട്ടിൽ അദ്ദേഹത്തിനുള്ള നല്ല ശ്വസിക്കാൻ നല്ല വായു, പച്ചപ്പ്, ഇഷ്ടംപോലെ അങ്ങനെ കൃഷി എല്ലാം കൊണ്ടും വളരെ ഒരു പൂർണ്ണതയുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരാളുടെ ഒരു വാക്കുകളായിരുന്നു അത്. അപ്പോൾ നമ്മുടെ സൈഡിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അവസാനം ഒത്തിരി പാടുപെട്ട് ഞങ്ങളത് കണ്ടുപിടിച്ചു. ട്രാം എന്നൊക്കെയുള്ള വേർഡ് കണ്ടപ്പോൾ കൽക്കട്ട, പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് മുംബൈയും. അങ്ങനെ ആ 2 സ്ഥലങ്ങളും അവരുടെ കോളേജ് പഠനകാലത്ത് അവർ അവിടെ വന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ഒരു പിക്ചറാണ് അവരുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വളരെ സന്തോഷമായിട്ടും ആദ്യം ശരിക്കും പറഞ്ഞാൽ അധികം സംസാരിക്കാതെ എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. പക്ഷേ ഇറങ്ങാൻ നേരത്ത് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ആ ഒരു ബേൺ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാണ്. ബേണിൽ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തായിരുന്നു. ഈ ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കുന്നത് ആരേ റിവറിലേക്കാണ്. മരങ്ങളുടെ ഇടയിലെ പച്ചപ്പിൻ്റെ താഴെ വളരെ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു നദി. ആ നദിയിൽ ഒരാൾ നീന്തി തുടിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലും എത്ര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാസിൽ ഷേപ്പ് ബിൽഡിങ്ങുകളും എല്ലാമായിട്ട് നല്ലൊരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ബേണിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം ബേണിൽ നിന്ന് ഞങ്ങൾ ബേണിലെ ആ ഒരു ഹിസ്റ്റോറിക് ഒരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് ശരിക്കും അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് അവിടേക്ക് വന്നിട്ടുള്ളതാണ്. ആ സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് ഫൗണ്ടൻസാണ്. ഈ ഒരു 1100 കാലഘട്ടത്തിന് ശേഷം ആ നഗരത്തിനെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഴയ ഫൗണ്ടനുകൾ, കാസിൽ ഷേപ്ഡ് ബിൽഡിങ്ങുകളും എല്ലാം അതിൻ്റെ തനിമയോട് ആ ഒരു ഹെറിറ്റേജ് വാല്യൂ അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിൽ കൂടെ പോയി ചെല്ലുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ മോസ്റ്റ് പ്രൊഡക്റ്റീവായ
വർഷങ്ങൾ ചിലവഴിച്ച വീട്ടിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് പീരീഡിൽ തന്നെ ഏറ്റവും ക്രിയേറ്റീവായ കാലഘട്ടം എന്നറിയപ്പെടുന്ന വർഷങ്ങൾ ചിലവഴിച്ച വീടാണ് ആ ഒരു തെരുവിലെ ഏറ്റവും വലിയ അട്രാക്ഷന്. അവിടെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥലം, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെ, അദ്ദേഹം തെരുവിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ജനാല എല്ലാം അതുപോലെ സംരക്ഷിച്ചിരിക്കുകയാണ്, ഒരു മാറ്റവും വരുത്താതെ. ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോളേജിൽ ഈ ഒരു തിയറി ഓഫ് റിലേറ്റിവിറ്റി എല്ലാം പഠിക്കുമ്പോൾ അദ്ദേഹം ഇത് കണ്ടുപിടിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ ഇല്ല. ആ സ്ഥലത്തിന് ശേഷം ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ ഏറ്റവും ടൂറിസ്റ്റ് പ്രൈം സ്പോട്ടായ ഒരു ക്ലോക്ക് ടവറുണ്ട്. അതും വളരെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ലോക്ക് ടവറുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും അതിനെപ്പറ്റി ഞങ്ങൾ രണ്ടുപേരും അറിയില്ലായിരുന്നു. ആ ഒരു 12 o'clock സമയത്ത് അവിടെ ഒരു പ്രത്യേക ആൾക്കൂട്ടം നോക്കിയപ്പോൾ ആ 12 o'clock ടൈമിൽ ആ ക്ലോക്ക് ബെല്ല് കേൾക്കാൻ വേണ്ടിയാണ് അത്രയും ആളുകൾ അവിടെ കൂടി നിൽക്കുന്നത്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ ബേണിൽ നിന്നും അടുത്ത ട്രെയിനിൽ ഏറി ഞാൻ പറഞ്ഞ പോലെയുള്ള വായിച്ച് ഏറ്റവും കൂടുതൽ പോകാൻ കുട്ടിക്കാലം തൊട്ട് കാണണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കുള്ള യാത്രയായിരുന്നു. അതാണ് മെരിഞ്ചൻ. അത് ശേഷം ഞാൻ ഏതാണ്ട് ബേണിൽ നിന്നും ഇൻ്റർലാക്കൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ നമ്മൾ സ്വിസ് ഗ്രാമങ്ങളുടെ സൈഡിലേക്ക് പോകുമ്പോഴാണ് ഈ മെരിഞ്ചൻ റെയിൽവേ സ്റ്റേഷൻ. ഈ സ്ഥലം എനിക്ക് എത്രയും പ്രിയപ്പെട്ടതെന്നാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. ആർതർ കോനൻ ഡോയലിൻ്റെ ഏറ്റവും പ്രശസ്തനായ കുറ്റാന്വേഷകൻ കഥാപാത്രമായ ഷെർലക് ഹോംസ്. അദ്ദേഹത്തിൻ്റെ 1892 ഈ ആർതർ കോനൻ ഡോയൽ ഈ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്മർ ഒരു കാലഘട്ടം അവിടെ ഒന്ന് വിശ്രമിക്കാൻ വന്നിട്ടുണ്ട്. അന്നാണ് അദ്ദേഹത്തിന് ഈ സ്ഥലത്തെപ്പറ്റി എഴുതാൻ തോന്നിയത്. ആ തന്നെക്കാട്ടിൽ വളർന്ന തൻ്റെ കഥാപാത്രമായ ഷെർലക് ഹോംസിനെ കൊല്ലാനായി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ മെരിഞ്ചൻ എന്ന ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ തന്നെയുള്ള റീച്ചൻബാക്ക് വാട്ടർഫോൾസ്. അത് വർഷങ്ങളായി എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഈ മെരിഞ്ചൻ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ശരിക്കും ഗ്രാമമാണ്, സ്വിറ്റ്സർലൻഡിലെ ഗ്രാമം. മനോഹരമായ മെരിഞ്ച് എന്ന് പറയുന്ന ഒരു സ്വീറ്റിൻ്റെ ജന്മനാട് കൂടിയാണ് ഈ മെരിഞ്ചൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് നമ്മളൊരു ബസ്സിലേറി ഈ നമ്മുടെ ഈ റീച്ചൻബാക്ക് വാട്ടർഫോൾസിലേക്ക് പോകേണ്ട ആ ഒരു ഫ്യൂണിക്കുലർ ട്രെയിൻ വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. അവിടേക്ക് നമ്മൾ ആ ബസ്സിലെത്തുകയാണ്. ബസ്സിലെത്തുമ്പോൾ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു വുഡൻ ട്രെയിന് നമ്മളെ കാത്തവിടെ ഇരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെർലക് ഹോംസിൻ്റെ എന്നോടൊപ്പം തന്നെ ആ കഥയിൽ, അതായത് ഫൈനൽ പ്രോബ്ലം എന്ന് പറയുന്ന ആർതർ കോനൻ ഡോയലിൻ്റെ ആ കഥയിലെ ഷെർലക് ഹോംസും ഈ ജെയിംസ് മൊറിയോറിറ്റിയും കൂടി ആ ജലപാതത്തിലേക്ക് വീണ് മരിക്കുകയാണ്. ആ കഥ വർഷങ്ങൾക്കിപ്പുറം, നൂറ്റാണ്ടുകൾക്കിപ്പുറം എന്നെ ആകർഷിച്ച് ഞാനും എൻ്റെ വളരെ ദൂരെ ഒരു ഗ്രാമത്തിലിരുന്ന് ഞാനും ഈ കഥ വായിച്ചു വളരെയധികം സങ്കടപ്പെട്ടവരാണ്. അന്ന് ഞാൻ ഈ വാട്ടർഫോൾസിനെ പറ്റി എന്നും ചിന്തിക്കുമായിരുന്നു. ഈ ഫ്യൂണിക്കുലർ ട്രെയിനെ ഒരു മധ്യവയസ്കരായുള്ളൊരു ലേഡിയാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു സ്ലൊവേനിയൻ ഫാമിലി ഉണ്ട്. ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ആണ് അതിൻ്റെ ഇത് പില്ലറുകളിലെ ഒരു ഫ്യൂണിക്കുലർ ട്രെയിൻ തടി കൊണ്ടുണ്ടാക്കിയത്. മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമുകളിൽ നല്ല പൊക്കത്തിലെത്തി കഴിയുമ്പോൾ താഴെ അതിസുന്ദരമായ മെരിഞ്ചൻ ഗ്രാമത്തിൻ്റെ താഴ്വരകളാണ്. അതിനുശേഷം ഞങ്ങൾ ഈ വാട്ടർഫോൾസിൻ്റെ പൊക്കത്തിലെത്തുകയാണ്. ശരിക്കും ആ കഥയിൽ വിവരിക്കുന്ന പോലെ അലറുന്ന ഒരു ജലപാതം, വളരെ ഒരു പൊക്കത്തൊരു സ്ഥലത്ത് നിന്ന് ഈ ആര്യ റിവറിൻ്റെ ഒരു കൈവഴിയാണ് ഈ നദി ഉണ്ടാക്കിയിരുന്ന ജലപാതവും. അവിടുന്ന് വെള്ളം താഴേക്ക് ചിതറി വീഴുകയാണ്. ശരിക്കും അതിലെ പോലെ തന്നെ പിന്നെ തൂവാനും നമ്മുടെ ഇതിലേക്ക് വാട്ടർ ഡ്രോപ്സ് എല്ലാം നമ്മുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. ഷെർലക് ഹോംസും ജെയിംസ് മൊറിയോറിറ്റിയും വീണ സ്ഥലം അവർ ഒരു സ്റ്റാർ മാർക്കിൽ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ഈ കഥയാണ് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ തന്നെ അതിൻ്റെ പ്രൊമോഷന് തന്നെ കാരണമായത്. ഈ സ്ഥലം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് ബസ് ഓപ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ഈ മെരിഞ്ചൻ ഗ്രാമങ്ങളിൽ കൂടെ നടക്കാൻ തുടങ്ങി. അത് ഒരു അവിസ്മരണീയമായ നടത്തമായിരുന്നു. വളരെ മനോഹരമായ ഗ്രാമമാണ്. ആ രണ്ട് സൈഡിലും അരുവികളും ഒരു സൈഡിൽ
അത് അവിടെ ആ ഒരു താഴ്വരയിൽ കൂടി ഒരുപാട് ഒത്തിരി നദികളാണ്, ചെറിയ 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 അരുവികൾ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴി ചോദിച്ചാണ് പോരുന്നത്. ഇങ്ങോട്ട് എതിരെ വരുന്ന ഗ്രാമവാസികളെടുത്ത് വഴി ചോദിക്കും. അങ്ങനെ നമ്മളെ ഓരോ വഴിയിലോട്ട് തിരിച്ചു വിടും. അങ്ങനെ ഞങ്ങൾ ആ മെയിൻ റോഡിലെത്തിയപ്പം അവിടെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായത്, ഇനി അടുത്ത പിന്നെ അങ്ങോട്ടുള്ള ട്രെയിൻ 1 അവർ ഇടവിട്ട് മാത്രമേ ഇൻ്റർലേക്കനിലോട്ട് പിന്നെ ട്രെയിനുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങ് സ്റ്റേഷനിലെത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഹസ്ബൻഡും അത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കാറിന് കൈ കാണിച്ച് നോക്കാം, ഒരുപാട് കാറുകൾ വരുന്നുണ്ട്, ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. അപ്പോൾ ആദ്യത്തെ 2 കാറുകൾ നിർത്തിയില്ല. പക്ഷേ മൂന്നാമത്തെ വന്ന ആൾ അവിടെ നമ്മളെ ഭയങ്കര സ്നേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ കാറ് വിട്ട് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അപ്പോൾ വണ്ടി പുറപ്പെടാൻ തയ്യാറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു നന്ദിയും പറഞ്ഞ് നമ്മൾ ഒറ്റ ഓട്ടത്തിന് നമ്മൾ ഈ ട്രെയിനിൽ കയറുകയാണ്. അപ്പോഴും നമ്മൾ അവിടെ വെച്ച് സ്വിസ് പാസിൻ്റെ ഒരു ഗുണം അന്നേരം നമുക്ക് മനസ്സിലായി. നമ്മൾ ആദ്യമേ എടുത്ത സ്വിസ് പാസ് കൊണ്ട് നമുക്ക് ട്രെയിനിൽ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ട്രെയിനിൽ കയറി. അപ്പോൾ ഒരു 1 അവർ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ അടുത്തൊരു കാഴ്ച കാണാൻ ബുദ്ധിമുട്ടായിട്ട് അവിടെ പറ്റിപ്പോയനെ, അവിടെ നിന്ന് പോയനെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇൻ്റർലേക്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ്. ഇൻ്റർലേക്കണും തടാകങ്ങളുടെ സ്ഥലമാണ്. ഇൻ്റർലേക്കണിൽ നിന്നും ഈ 2 സൈഡിലൂടെ ഇൻ്റർലേക്കണിൽ കൂടെയുള്ള ആ ഒരു യാത്ര, ഇൻ്റർലേക്കൺ ടു ലേക്ക് ടൺ എന്ന് പറയുന്ന സ്ഥലം വരെ നമ്മളിങ്ങനെ ഒരു ബസ് എടുത്ത് യാത്ര ചെയ്തു. അവിടെ വെച്ച് നമ്മൾ ഒമാനിൽ നിന്നും വന്ന ഒരു സ്റ്റുഡൻറ്റ്, അത് ഭയങ്കര ട്രാവൽ ഫ്രീക്കായൊരു കുട്ടി, മുഹമ്മദിനെ പരിചയപ്പെട്ടു. മുഹമ്മദ് പറഞ്ഞു മുഹമ്മദിന് സൂറിക്കൊന്നും ഇഷ്ടമില്ല, മെരിഞ്ചൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് മുഹമ്മദിന് ഇഷ്ടം. ഏറ്റവും പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ 2ാമത്തെ ദിവസം കഴിഞ്ഞു. ലുസേൺ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷന്. ലുസേണും സ്വിറ്റ്സർലൻഡിൽ പോകുന്ന എല്ലാവരും കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ലുസേണിലെ ചാപ്പൽ ബ്രിഡ്ജാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തം. ചാപ്പൽ ബ്രിഡ്ജ് ഒരു 13ാം നൂറ്റാണ്ടിലുള്ളൊരു നിർമ്മിതിയാണ്. അതിൻ്റെ ഏറ്റവും ഈ റിയൂസ് നദിക്ക് ഡയഗണലായിട്ടാണ് ഈ പാലം പണിഞ്ഞിരിക്കുന്നത്, ഒരു തടിപ്പാലം. ഈ തടിപ്പാലത്തിൻ്റെ കൈവരികളിൽ നിന്നും താഴേക്ക് പൂക്കൂടകൾ പോലെ ചെടികൾ പൂത്ത് തൂങ്ങിക്കിടക്കുകയാണ്, പുഷ്പങ്ങളുമായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അതും പിന്നെ അതിൻ്റെ കൂടെ അനുബന്ധിച്ച് തന്നെ ഒരു ടവറും ഉണ്ട്. ഈ കാഴ്ച എനിക്ക് തോന്നുന്നു എല്ലാ സഞ്ചാരികളും പോയി കാണുന്നൊരു കാഴ്ച തന്നെയാണ്. മനോഹരവുമാണ്. പള്ളികളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ തീപിടുത്തം വന്ന് ഇതിനകത്ത് ധാരാളം പെയിൻറ്റിങ്ങുകൾ, വളരെ വിലപ്പെട്ട പെയിൻറ്റിങ്ങുകൾ ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ തടിപ്പാലത്തിൻ്റെ ഉള്ളിൽ. ഈ പെയിൻറ്റിങ്ങുകൾ പിന്നെ ഒരു സിഗരറ്റ് സ്മോക്കർ അശ്രദ്ധമായിട്ട് വലിച്ചെറിഞ്ഞ ഒരു സിഗരറ്റ് കുറ്റിയിൽ ഒരിക്കലും ഈ തടിപ്പാലത്തിൻ്റെ ഒരുപാട് സ്ഥലം കത്തിപ്പോവുകയും വിലപ്പെട്ട പല പെയിൻറ്റിങ്ങുകളും നശിച്ചു പോവുകയും ചെയ്തു. വീണ്ടും ഇത് അവർ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയായിരുന്നു. ലുസേണിൽ നിന്നാണ് ഞങ്ങൾ മഞ്ഞ് കാണാനായി മൗണ്ട് ഇറ്റ്ലിസിലേക്ക് പോകുന്നത്. മൗണ്ട് ഇറ്റ്ലിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന മൂവി കണ്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ സ്വിറ്റ്സർലൻഡും ഈ മൗണ്ട് ഇറ്റ്ലിസും എല്ലാം നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും. ആ മൗണ്ട് ഇറ്റ്ലിസിലേക്കുള്ള യാത്ര, ആ സ്വിറ്റ്സർലൻഡിലൂടെയുള്ള ട്രെയിൻ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സഞ്ചാരിയെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത്രമാത്രം ദൃശ്യങ്ങളാണ് നമ്മളെ കാത്ത് അവിടെ ഇരിക്കുന്നത്. മൗണ്ട് ഇറ്റ്ലിസിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഏങ്കൽബർഗ് സ്റ്റേഷനാണ് മൗണ്ട് ഇറ്റ്ലിസിലേക്ക് പോകാനുള്ള ബേസ് ക്യാമ്പ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു കേബിൾ കാറിലെ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് പിന്നെ ഒരു 360 ഡിഗ്രി കറങ്ങുന്ന ഒരു റൊട്ടേറ്റിംഗ് കേബിൾ കാറിലാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു നഗരത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെ തോന്നും ആ ആൾക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ.
ഒരു സിനിമ ഒരു ആളുകളെ ഇങ്ങനെ ആ ഒരു സിനിമയിൽ കൂടി ഒരു സ്ഥലത്തിന് എത്ര പ്രശസ്തി കിട്ടുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിൽ കൂടി സ്വിറ്റ്സർലൻഡിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ മൗണ്ട് ഇറ്റ്ലിസ് കാണാൻ വേണ്ടിയുള്ള ഒരു 90% ആളുകളും നോർത്ത് ഇന്ത്യക്കാരും മലയാളികളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ കേബിൾ കാറിലേറി പോവുകയാണ്. കേബിൾ കാറിലേറി പോകുന്ന ആ യാത്രയും അവിസ്മരണീയമായ യാത്രയാണ്. സമതലങ്ങളിൽ കൂടി അത് എത്രയോ എൻജിനീയറിംഗ് മാർവലാണ് എൻ്റെ കൺസ്ട്രക്ഷന്. വളരെ ചെങ്കുത്തായ ആ മലയുടെ മുകളിലെ പില്ലറുകളിലാണ് കേബിൾ കാറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേബിൾ കാറുകൾ ഓരോന്നും ഓരോ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതൊരു രസമാണ്. നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഇന്ത്യയുടെ ഫ്ലാഗുള്ള കേബിൾ കാർ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. അങ്ങനെ ഞങ്ങൾ ഈ മിഡിലുള്ള ബേസ് ക്യാമ്പിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്നും പിന്നെ യാത്ര ഈ ഒരു ഗ്ലാസ് ചേമ്പർ പോലെ തോന്നുന്നു, ഒരു പേടകം പോലെയുള്ള 360 ഡിഗ്രി കറങ്ങുന്ന ഒരു റൊട്ടേറിലാണ് നമ്മൾ പിന്നെ മുകളിലോട്ട് യാത്ര ചെയ്യുന്നത്. ഈ യാത്രയിൽ താഴേക്കുള്ള കാഴ്ച ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൊഴുത്തുരുണ്ട സ്വിസ് പശുക്കൾ മേഞ്ഞു നടക്കുന്ന താഴ്വാരങ്ങൾ, കുടമണി കിലുക്കി, ആ മലമുകളിലെ മഞ്ഞ് മലകളിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളം അടിഞ്ഞുള്ള നല്ല തടാകങ്ങളെ, അത്രയും ക്ലിയർ സ്കൈയെ, അത്രയും വളരെ സന്തോഷകരമായൊരു കാഴ്ചയാണ് നമുക്കത്. ഈ കുടമണിയുടെ ഒരു കിലുക്കം പോലും നമുക്ക് കേൾക്കാൻ പറ്റും. ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ ആ മഞ്ഞുമലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇവർ ഈ കൺസ്ട്രക്റ്റ് ചെയ്തു എന്നുള്ളൊരു അതിശയം തന്നെയാണ്. കാരണം അത്ര നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര വലിയ ഒരു ക്ലൈമറ്റാണ്, -ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചർ. പക്ഷേ അവിടെ എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിരിക്കുകയാണ്. ഒരു ഗ്ലേസിയർ കേവ്, ഒരു മഞ്ഞ് കൊണ്ടുള്ളൊരു ഗുഹയിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് ക്ലിഫ് വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞിൽ കളിക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ ഈ ഒരു സ്ഥലം എല്ലാം തന്നെ നമുക്ക് ശരിക്കും ഇന്ത്യയിൽ നമ്മുടെ ഹിമാലയത്തിലൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വളരെ ഇതായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ഥലം കാണുമ്പോഴാണ് ഇന്ത്യയിലെ ഇങ്ങനെയുള്ളൊരു ടൂറിസ്റ്റ് സാധ്യതകൾ നമുക്ക് മനസ്സിൽ തെളിയുന്നത്. മാത്രമല്ല ഒരു മൂവി വെച്ചിട്ട്, അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഓപ്പറേറ്റർ പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് വരുന്നതിൽ 90% ആളുകളും ഇന്ത്യൻസ് തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഇതിനിടയ്ക്കുള്ളൊരു ബേസ് ക്യാമ്പിൽ ലേക്ക് ടൂബ്രിസ് അങ്ങനെയുള്ളൊരു സ്ഥലത്തുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഇറങ്ങി. ഭയങ്കര രസമുള്ളൊരു തടാകമാണത്. ആ തടാകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായ തടാകം. നമ്മൾ ആ പിക്ചറിൽ കാണുന്ന പല ചിത്രങ്ങളുടെ ആധാരം എനിക്കപ്പോൾ മനസ്സിലായി സ്വിറ്റ്സർലൻഡിലെ തടാകങ്ങളാണെന്ന്. തടാകത്തിലേക്ക് വീണ മരങ്ങളുടെ നിഴലുകൾ, തടി വീട്, ചുറ്റും മല, മുകളിലേക്ക് പറക്കും തളിക പോലെ പോകുന്ന ഈ കേബിൾ കാർ, മൗണ്ട് ഇറ്റ്ലിസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന ഈ കേബിൾ കാറുകൾ, ഇതെല്ലാമായിട്ട് വളരെ രസകരമായൊരു കാഴ്ചയാണ്. അവിടെ നിന്നിട്ട് ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് താഴെ ഇറങ്ങാൻ ശരിക്കും മനസ്സോടെയാണ് ഞാൻ താഴെ ഇറങ്ങിയത്. അങ്ങനെ വീണ്ടും എങ്കൽബർഗ് സ്റ്റേഷനിലെത്തിയിട്ട് ഞങ്ങൾ ആ രാത്രി ഞങ്ങൾ ജനീവയിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജനീവയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റ് പ്ലേസാണ്. ഒരുപാട് അന്താരാഷ്ട്ര ഏജൻസികളുടെ ഹെഡ് ഓഫീസെല്ലാം ഉള്ള സ്ഥലമാണ് ജനീവയിൽ താമസം താരതമ്യേന വളരെ എക്സ്പെൻസീവ് ആയതിനാൽ ഞങ്ങൾ അവിടെ ഫ്രാൻസ് തൊട്ടപ്പുറത്തുള്ള അയൽ രാജ്യമായ ഫ്രാൻസിൽ താമസിച്ചിട്ട് രാവിലെ ജനീവയിലേക്ക് വരാമെന്നുള്ള ഒരു പദ്ധതിയിലാണ് ഞങ്ങളവിടെ നിൽക്കുന്നത്. ജനീവയിലേക്ക് വരാൻ വേണ്ടി ഈ ഫ്രാൻസിൻ്റെ ബോർഡറിൽ നിന്ന് ജനീവയിലേക്കുള്ള വരാൻ വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്ര തന്നെ വളരെ അവിസ്മരണീയമായ യാത്രയാണ്. ആൽപ്സ് പർവ്വതം സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരോട് ചോദിക്കുന്ന ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അവിടെ ഒരു തരത്തിലൊരു ലേഡി, അല്പം ഇംഗ്ലീഷ് അറിയാവുന്നൊരു ലേഡി ബസ് സ്റ്റോപ്പിലോട്ടുള്ള വഴി കാണിച്ചു തന്നു. അവർ തന്നെ ഞങ്ങളെ ജനീവയിൽ ഈ എൻവയോൺമെൻറ്റ് ഹൗസിൽ എത്താമെന്നുള്ള ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഊബർ ടാക്സി എടുത്ത് നമ്മൾ എൻവയോൺമെൻറ്റ് ഹൗസിലെത്തി ശ്രീ മുരളി തുമ്മാരുടി സാറിനെ കാണുകയായിരുന്നു. അദ്ദേഹം ഞങ്ങളെ നേരെ UN ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ കാറിൽ കൊണ്ടെത്തിച്ചു. എന്നിട്ട് അത് മൊത്തം കണ്ടുവരാൻ പറഞ്ഞു. അതും മറ്റൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. കാരണം പുസ്തകങ്ങളിൽ മാത്രം പരിചയമുള്ള UN ഹെഡ് ക്വാർട്ടേഴ്സിനകം സന്ദർശിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയൊരു ഡിഫിക്കൽട്ട് ഒരു പ്രോട്ടോക്കോൾ അല്ല. ശരിക്കും 15 സ്വിസ് ഫ്രാങ്ക് ചിലവാക്കി നമ്മുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അവരുള്ളിൽ കയറ്റും. ആ ബിൽഡിങ്ങിൽ പല പ്രധാനപ്പെട്ട കോൺഫറൻസുകൾ നടക്കുന്ന ഹാളുകൾ, ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ടറി സെഷനിൽ നമ്മളെ കൊണ്ടുപോകും. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അത്. തിരിച്ചു വന്നിട്ട് നമ്മൾ പാസ്പോർട്ട് വാങ്ങിച്ച ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ ഓപ്പോസിറ്റിൽ തന്നെ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനവും ഉണ്ട്. പിന്നെ തിരിച്ചു വന്ന് നമ്മൾ
ആ ഒരു ഒരുപാട് ഫ്ലാഗുകൾ നിൽക്കുന്ന UN-ൻ്റെ ആ പഴയ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ലാൻഡ്മാർക്കിൻ്റെ അടുത്ത് നിന്നൊരു പിക്ചർ എടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. UN-ൽ മെമ്പർഷിപ്പുള്ള കൺട്രികളുടെ എല്ലാ ഫ്ലാഗിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടുപിടിച്ചു. അങ്ങനെ അത് അവിടെ നിന്ന് ഈ പിക്ചർ കണ്ട് ഈ പിക്ചറുകളും എല്ലാം എടുത്ത് അവിടെ ഒരു ബ്രോക്കൺ ചെയർ എന്ന് പറഞ്ഞൊരു മോണ്യുമെൻ്റ് ഉണ്ട്. അത് ഖനികളിലെ ജീവിതം ബലി കഴിപ്പിച്ച ആളുകൾക്ക് വേണ്ടി അവിടുത്തെ തന്നെ ഒരു ലോക്കൽ ആർട്ടിസ്റ്റ് ചെയ്തതാണ്. അതും ആ സിറ്റി സ്ക്വയറിലൊരു വളരെ ഒരു നല്ല കാഴ്ചയാണ്. അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ 1:30 ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും വേണം. ഞങ്ങൾ ഓടി ബസ്സിൽ കയറാൻ നോക്കിയപ്പം അവിടുത്തെ കോയിൻ സിസ്റ്റം വേറൊരു ഡിഫറെൻറ്റ് രീതിയാണ്. അപ്പോൾ ബസ് വിടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആകെ വിഷമിച്ച് എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് കുറച്ച് നേരം ഒന്ന് നോക്കിയപ്പം ഈ ബസ് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന ബസ്സിൽ നിന്നും ഈ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് നമ്മൾക്ക് ഈ കോയിൻ എങ്ങനെയാണ് എടുക്കുന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നത് കാണിച്ചു തന്നിട്ട് നമ്മളെ ആ ബസ്സിൽ കയറ്റി തന്നെ അദ്ദേഹം കൊണ്ടുപോയി. അതൊക്കെ ഒരു അവരുടെ ഒരു ആതിഥ്യ മര്യാദയുള്ളതാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങ് പോവാം, നമ്മളെ ഒന്ന് നോക്കിയിട്ട്. അദ്ദേഹത്തിന് മനസ്സിലായി നമുക്ക് എന്തോ ഒരു കഷ്ടപ്പാട് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇറങ്ങി വന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് ഞങ്ങളെ എൻവയോൺമെൻറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. ശ്രീ മുരളീത്തുമാരിയുടെ കണ്ടു. അദ്ദേഹവുമായി ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു, നാട്ടിലെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് അദ്ദേഹം വിയന്ന എയർപോർട്ടിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ ഇങ്ങനൊരു വളരെ അപരിചിതമായൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു സൗഹൃദം എന്ന് പറയുന്നത് വളരെ ഞാൻ വിലമതിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളിരുവരും വിയന്നയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി വിയന്നയിലേക്ക് യാത്രയായി. വിയന്നയിലേക്കുള്ള ഫ്ലൈറ്റിലിരുന്ന് ഞാൻ യാത്രകളെപ്പറ്റി ഓർക്കുകയായിരുന്നു. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പുതിയ പുതിയ ആളുകൾ, പുതിയ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ ഭൂവിഭാഗങ്ങൾ. അങ്ങനെ ഒരിക്കലും യാത്രയുടെ ഒരു കാലഘട്ടം അവസാനിക്കുന്നതേയില്ല. അത് നമ്മളെ ശരിക്കും പുതിയ അറിവുകളിലേക്കും നമ്മളെ റിഫൈൻ ചെയ്യുന്ന പുതിയ പുതിയ അറിവുകളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്.